ബോംബ് നിർമ്മാണം പരീക്ഷിക്കാൻ അൽഫല സർവകലാശാലയ്ക്ക് സമീപത്ത് ഡോക്ടർ ഉമർ സ്വന്തം ലാബ് സ്ഥാപിച്ചു എന്ന വിവരം. ഇവിടെ ബോംബ് നിർമ്മാണത്തിനായുള്ള വിവിധ പരീക്ഷണങ്ങൾ നടത്തി. പാകിസ്ഥാൻ ഹാൻഡ്ലർമാരാണ് ബോംബ് നിർമ്മാണത്തിലുള്ള മാർഗങ്ങൾ ഉമറിന് കൈമാറിയത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാരകമായ സ്ഫോടന വസ്തുവായ TATP ഉപയോഗിച്ചോ എന്നും പരിശോധിക്കുന്നുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലഗോപാൽ, വളരെ നിർണായകമായ വിവരങ്ങളാണ്. അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രീതിയിലാണ് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ മറയാക്കി പ്രവർത്തിച്ചത് എന്ന് ഓരോ ദിവസവും പുറത്തു വരികയാണ്. ഈ ലാബ് അതെങ്ങനെ അവിടെ നിർമ്മിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി? ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ലോ. അപ്പോൾ ഒരു സംവിധാനത്തിന് മുഴുവൻ ഒരു പിന്തുണയോ അല്ലെങ്കിൽ ചിലരുടെയെങ്കിലും പിന്തുണയില്ലാതെ ഇതൊക്കെ സാധ്യമാണോ? എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? അൽഫല സർവകലാശാലയ്ക്ക് സമീപത്ത് ഒരു ലാബ് സ്വന്തമായി ഡോക്ടർ ഉമർ തയ്യാറാക്കിയിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമാകുന്നത്. ഈ ലബോറട്ടറിയിലായിരുന്നു ഈ സ്ഫോടന വസ്തുക്കളുടെ പരീക്ഷണവും മറ്റും അദ്ദേഹം നടത്തിയിരുന്നത്. ഇതിന് പാകിസ്ഥാനിൽ നിന്നുള്ള ഹാൻഡിലർമാരുടെ നിർദ്ദേശങ്ങൾ ഈ ഡോക്ടർ ഉമറിന് ലഭ്യമായിരുന്നു എന്നാണ് ഇപ്പോൾ ഇതുവരെ നടത്തിയിരുന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് മാരക സ്ഫോടക വസ്തുവായ TATP അഥവാ ട്രൈ അസറ്റോൺ ട്രൈ പെറോക്സൈഡ് എന്ന മാരകമായ സ്ഫോടക വസ്തു ഈ ചെങ്കോട്ട സ്ഫോടനത്തിനായി ഉപയോഗിച്ചിരുന്നു എന്നത് സംബന്ധിച്ചുള്ള ചില സൂചനകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്നത്. ഈ TATP എന്ന് പറയുമ്പോൾ രാജ്യാന്തര തലത്തിലൊക്കെ അതിനെ അറിയപ്പെടുന്നത് മദർ ഓഫ് സാത്താൻ എന്നാണ്. അതായത് അത്രത്തോളം ഭീകരവും മാരകവുമാണ് ഈ സ്ഫോടക വസ്തു. 2005 ലണ്ടൻ ബോംബിംഗ്, 2015 പാരീസ് ഭീകരാക്രമണം, 2016 ബ്രസൽസ് ഭീകരാക്രമണം എന്നിവയിലൊക്കെ ഈ TATP ഉപയോഗിച്ചിരുന്നതായി പിന്നീട് കണ്ടെത്തിയിരുന്നു. ഈ TATPക്ക് പുറമെ അമോണിയം നൈട്രേറ്റും പോലുള്ള സ്ഫോടക വസ്തുക്കളും ഈ സ്ഫോടനത്തിനായി ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ഇതുവരെ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി, ഏറ്റവും ഗുരുതരമായ അല്ലെങ്കിൽ വലിയ സാഹചര്യങ്ങൾക്ക് അവിടെ വഴിയൊരുങ്ങിയിരുന്നു എന്നതാണ്. TATP എന്നത് അത് സാധാരണ രീതിയിൽ പോളിഷ് റിമൂവറിൽ നിന്നും അല്ലെങ്കിൽ ഹെയർ ബ്ലീച്ചിൽ നിന്നൊക്കെ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന അതിമാരകമായ സ്ഫോടക വസ്തു എന്നതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് മദർ ഓഫ് സാത്താൻ. അതവിടെ പരീക്ഷിച്ച് നോക്കാനോ അത് രൂപപ്പെടുത്തിയെടുക്കാനുള്ള സാഹചര്യം അതിനായി അൽഫല സർവകലാശാലയ്ക്ക് എടുത്തു. ഒരു ലാബ് തന്നെ സ്ഥാപിക്കാനുള്ള സൗകര്യങ്ങൾ ഇയാൾക്ക് കിട്ടിയിരുന്നുവെന്നാണ്. ഉമറിൻ്റെ കാലിൻ്റെ കരിഞ്ഞ ഭാഗവും ഷൂസും ഒക്കെ കിട്ടിയതിൽ നിന്ന് അയാൾ തന്നെയാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം NIA പരിശോധനകൾ വളരെ വിശദമായി നടന്നു വരികയാണ്.